ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ ഇടയാക്കിയ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. 10/9/2023 ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. എനിക്ക് പീരീഡ്സ് സമയത്ത് ഭയങ്കരമായ വയറുവേദന ഉണ്ടാകുമായിരുന്നു. വയറുവേദന തലചുറ്റിലൊക്കെ ആയിട്ട് എല്ലാ മാസവും ഹോസ്പിറ്റലിൽ പോകുമായിരുന്നു. രാത്രിയിലാണെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷൻ എടുത്തിട്ടൊക്കെയാണ് തിരിച്ചു വരുന്നത്. എല്ലായിടവും പോയിട്ട് ഇത് ഒരു കുറവുമില്ല. പിന്നെ വയസ്സ് കുറവ് അവർ പറഞ്ഞു എൻഡോമെട്രിയം സിസ്റ്റ് ആണെന്ന് പറഞ്ഞു സ്കാനിങ്ങിൽ. അപ്പോൾ അവർ പറഞ്ഞു വയസ്സ് കുറവായതുകൊണ്ട് യൂട്രസും ഓവറിയും ഒന്നും റിമൂവ് ചെയ്യാൻ പറ്റത്തില്ല, ഒട്ടലുണ്ട്, വയറിനുള്ളിൽ ഫുൾ ഒട്ടലാണെന്നാണ് പറഞ്ഞു. അപ്പോൾ എൻ്റെ വല്യമ്മ പറഞ്ഞു കൃപാസനത്തിൽ പോവാം, അവിടെ പോയി മാതാവിനോട് പറഞ്ഞ് നിൻ്റെ വിഷമങ്ങളെല്ലാം മാറുമെന്ന് പറഞ്ഞു. എനിക്ക് 13 വയസ്സുള്ള ഒരു മോളുണ്ട്. പിന്നെ ഒരു കുഞ്ഞിന് വേണ്ടിയിട്ടും കൂടി ഞങ്ങൾക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇവിടെ 10/9/2023 ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു, പ്രാർത്ഥിച്ചു പോയി. 2024 മാർച്ച് 16 എനിക്ക് പ്രഗ്നൻസി പോസിറ്റീവായി. നിർഭാഗ്യവശാൽ അതെനിക്ക് ഏപ്രിൽ 26 ആയപ്പോഴത്തേന് ബ്ലീഡിങ് ആയിട്ട് അത് അബോഷനായി. ആ അബോഷൻ അതിന് മുന്നേ തന്നെ എൻ്റെ വയറുവേദനയെല്ലാം മാറിയായിരുന്നു. പിന്നെ വയറുവേദന ഒട്ടും ഉണ്ടാവത്തില്ലായിരുന്നു. അതിനുശേഷം ഞാൻ വീണ്ടും ഇവിടെ വന്ന് മാതാവേ നിങ്ങൾ തന്ന കുഞ്ഞാണെങ്കിൽ പിന്നെ അത് എനിക്ക് നഷ്ടമായല്ലോ എന്നിങ്ങനെ ഞാൻ പറഞ്ഞു. എന്നിട്ട് നിങ്ങൾ തന്ന കുഞ്ഞാണെങ്കിൽ പിറ്റേ വർഷം തന്നെ എനിക്കൊരു കുഞ്ഞിനെ തന്ന് അനുഗ്രഹിക്കണമേ എന്നാണ് ഞാൻ പറഞ്ഞിട്ട് ഇവിടുന്ന് പോയത്. ഇവിടുന്ന് പോയി 2025 മാർച്ച് 19 ആയപ്പോഴത്തേന് എനിക്ക് വീണ്ടും പ്രഗ്നൻസി പോസിറ്റീവായി. ഒരു കുഴപ്പമില്ലാതെ എനിക്കൊരു മോനെ കിട്ടി. പിന്നെ വയറുവേദന വരുമ്പോൾ ഞാൻ ഈ ഉടമ്പടി തൈലമൊക്കെ ആയിരുന്നു എൻ്റെ വയറിൽ തേച്ചിരുന്നത്. അങ്ങനെയൊക്കെ ചെയ്തിട്ടായിരുന്നു എൻ്റെ ഇതൊക്കെ വയറുവേദനയൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നത്. മോനെ തന്ന് അനുഗ്രഹിച്ച മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. കാരുണ്യ പ്രവർത്തനങ്ങൾ ഞങ്ങൾ അടുത്തുള്ള ഹോസ്പിറ്റൽ വിക്ടോറിയ ഹോസ്പിറ്റൽ അവിടെ പോയി അവിടെ ഇരിക്കുന്ന ഓരോ അമ്മമാർക്കൊക്കെ ഫുഡ് കൊണ്ട് കൊടുക്കുമായിരുന്നു. പിന്നെ പെരുമ്പുഴ എന്ന് പറയുന്ന സ്ഥലത്തൊരു അമ്മമാരെയൊക്കെ കാണാൻ പോകുമായിരുന്നു. എന്നെക്കൊണ്ട് പറ്റുന്ന കണക്ക് ഓരോ സഹായങ്ങൾ ഞാൻ ചെയ്യുമായിരുന്നു. ഞാനും എൻ്റെ അമ്മയും കൂടിയായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് അനുഗ്രഹിച്ച ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി പറയുന്നു. സങ്കീർത്തനങ്ങൾ 139 അധ്യായം 16 വാക്യം. എനിക്ക് രൂപം നൽകുന്നതിന് മുമ്പേ തന്നെ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു. എനിക്ക് നിശ്ചയിക്കപ്പെട്ടുള്ള നാളുകൾ ഉണ്ടാകുന്നതിന് മുമ്പേ തന്നെ അങ്ങയുടെ പുസ്തകത്തിൽ അവ എഴുതപ്പെട്ടു. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് കാർത്തിക കൊല്ലം തൻ്റെ അനുഭവ സാക്ഷി നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. തൻ്റെ ഉടമ്പടി സാക്ഷ്യത്തിലൂടെ നമുക്ക് മുമ്പിൽ പങ്കുവെക്കുക. തനിക്ക് രണ്ടാമതൊരു കുഞ്ഞിനെ 12 ശേഷം പരിശുദ്ധ അമ്മ നൽകി അനുഗ്രഹിക്കുകയാണ്. എന്നാൽ പല വിധത്തിലുള്ള രണ്ടാമതൊരു കുഞ്ഞിനുണ്ടാകുമ്പോൾ പലവിധ ബുദ്ധിമുട്ടാണ് കടന്നു പോയത്. ഡോക്ടർ ഒരു തരത്തിലും കുഞ്ഞുണ്ടാകുവാനുള്ള സാധ്യതയില്ലെന്നും അതോടൊപ്പം തന്നെയാണെങ്കിലും സിസ്റ്റർ സംബന്ധമായ ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും അത് പൂർണ്ണമായിട്ടും പരിശുദ്ധ അമ്മയോട് ചേർന്ന് മുമ്പോട്ട് പോകുന്ന ഇയാൾ താരക്ക് മുമ്പിൽ പ്രാർത്ഥിക്കുമ്പോഴും അവർ നൽകിയ കുഞ്ഞ് ആദ്യം റിപ്പോർട്ടായി പോകുമ്പോഴത്തേക്കും രണ്ടാമത് ഇയാൾ താരക്ക് മുമ്പിൽ പ്രാർത്ഥിക്കുക, അവിടെ നിന്ന് എനിക്ക് ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കുക എന്നുള്ള ഉറച്ച വിശ്വാസത്തോടുള്ള പ്രാർത്ഥനയാണ് ഇയാൾ താരക്ക് മുമ്പിൽ തൻ്റെ സാക്ഷി നമുക്ക് മുമ്പിൽ പങ്കുവയ്ക്കുക. ആരോഗ്യത്തോടു കൂടിയാണെങ്കിലും പരിശുദ്ധ അമ്മ ഈ മകളുടെ പ്രാർത്ഥനയോട് ചേർന്നുകൊണ്ട് ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കുക ചെയ്തു. അത് പരിശുദ്ധ അമ്മയുടെ ഒരു വലിയ അനുഗ്രഹം കൃപയും തന്നെയാണ്. പൂർണ്ണമായിട്ടും ഉടമ്പടിയോട് ചേർന്നുകൊണ്ട് ഇയാൾ താരക്ക് മുമ്പിൽ വന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ നിയോഗങ്ങളും അത് പരിശുദ്ധ അമ്മ സാധിച്ചെന്നുള്ളൊരു ഉറച്ച വിശ്വാസമാണ്. കാർത്തികയെ ഇയാൾ താരക്ക് മുമ്പിൽ സാക്ഷ്യം വഹിക്കുവാനായിട്ട് നമുക്ക് കാട്ടിത്തരിക. ഇനിയും ഇമ്പോട്ടുള്ള ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് മാറാൻ ഇനിയും ഈ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മളെയും പ്രത്യക്ഷീകരണ സാക്ഷികളായിട്ട് നിരവധിയായ നിയോഗങ്ങളും ആവശ്യങ്ങളായിട്ട് കടന്നു വരുമ്പോൾ നമ്മളെയും എല്ലാവിധമായ ആവശ്യങ്ങളും പരിശുദ്ധമ്മ ചേർത്തുകൊണ്ട് അവിടുത്തെ പ്രത്യക്ഷീകരണ സാക്ഷിയാക്കി മാറ്റണമേ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.